എല്ലാവരും പറഞ്ഞിരുന്നത് ഒരു കുടുംബം എന്നാൽ അച്ഛനും അമ്മയും കുട്ടിയും കൂടി ചേർന്ന 3 പേരായിരുന്നു എന്നാണ്. എന്നാൽ എന്റെ കുടുംബത്തിൽ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും എന്റെ അച്ഛനും. എന്റെ ആ ലോകം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് അച്ഛൻ മറ്റൊരാളെ കൊണ്ടുവന്നപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. അന്ന് ആക്സിഡന്റ് നടന്ന ദിവസം അവർ 3 പേരും കൂടിയാണ് പോകാൻ തീരുമാനിച്ചതെങ്കിലും അവന്റെ പിടിവാശി കാരണം അമ്മ സ്വയം വരുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. ആശുപത്രിയിലായ അവനെ സ്വന്തം മകനെ പോലെ കൂടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന അമ്മയെ അവരുടെ ബന്ധുക്കൾ ശകാരിക്കുന്നു. ആരുടെ കൊച്ചിനു വേണ്ടി നിന്റെ ജീവിതം കളയരുത്. ഇത് ഹോസ് കേട്ടിരുന്നു. പിന്നീട് വീട് വാങ്ങി മറ്റൊരു നാട്ടിലേക്ക് വന്നപ്പോഴാണ് അമ്മ തന്റെ പഴയ സുഹൃത്തായ മിജിയുടെ അമ്മയാണ് തന്റെ നൈബർ എന്നറിയുന്നത്. നിന്റെ മകനാണോ? ആ അതെ. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നോ? ഇത്ര വലിയ മോനൊക്കെ ഉണ്ടല്ലേ? അത് ഞാനങ്ങനെ ആരോടും പറഞ്ഞില്ലായിരുന്നു. അന്നു മുതലാണ് അവൻ താൻ ആർക്കും ഒരു ഭാരമാകരുതെന്ന് കരുതി എല്ലാത്തിൽ നിന്നും തന്റെ മാക്സിമം പ്രയത്നം എടുത്തു തുടങ്ങിയത്. ഒരു ചെവി കേൾക്കില്ലെങ്കിലും മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാനും പുറമെ എല്ലാം കൊണ്ടും ഓക്കെയാണെന്ന് കാണിക്കാനും അവൻ തന്റെ ഹിയറിംഗ് എയ്ഡ് വരെ എടുത്തു മാറ്റുന്നു. മിജി തിരികെ സോളിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയായിരുന്നു. തലേന്ന് അവൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും അവളും തന്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് പെട്ടെന്ന് തന്നെ 2 പേരും ടാറ്റയൊക്കെ പറഞ്ഞ് തങ്ങളുടെ വീട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. തങ്ങളിപ്പോ കപ്പിളാണോ എന്നൊക്കെ ആലോചിച്ച് ആകെ എക്സൈറ്റഡ് ആയിരിക്കുകയായിരുന്നു മിജി. അപ്പോഴാണ് അവൻ മുഖമൊക്കെ കഴുകി റെസ്റ്റ് റൂമിൽ നിന്ന് അവിടേക്ക് വന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു വരണ്ടാന്ന്, ഞാൻ തന്നെ പോയില്ലേ, ചുമ്മാ ഉറക്കമൊക്കെ കളഞ്ഞ. അതൊന്നും കുഴപ്പമില്ലാന്നേ. അമ്മ ഡിസ്ചാർജ് ആവുമ്പോൾ താൻ തിരികെ വരാമെന്ന് അവൻ പറയുന്നു. ബസ് എടുക്കാറായപ്പോൾ അവൾ പോകാനായി എഴുന്നേൽക്കുന്നു. യാത്ര പറഞ്ഞിട്ട് അവനെ അവൾ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുമ്പോൾ അവൻ അവൾക്ക് നേരെ ഷേക്ക് ചെയ്യാൻ കൈ നീട്ടുന്നു. അത് കണ്ടവൾ കൈ നീട്ടിയപ്പോഴോ അവൻ ഹഗ് ചെയ്യാനും. എന്തായാലും അവസാനം കൈയൊക്കെ കൊടുത്ത് സോളിൽ വെച്ച് കാണാമെന്ന് അവർ പറഞ്ഞു പിരിയുന്നു. അന്നായിരുന്നു അമ്മമാർ ഡിസ്ചാർജ് ആവുന്ന ദിവസം. വീട്ടിലെത്തിയ അമ്മ മിരയോട് ഹോസ്പിറ്റലിൽ ജോലി പോയെന്നറിഞ്ഞപ്പോൾ അവന്റെ അമ്മ ഒരുപാട് സങ്കടപ്പെട്ടെങ്കിലും ഇന്ന് അവരുടെ കൂടെ അവൻ വന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷമായെന്നും പറയുന്നു. ജോലിയുടെ തിരക്കില്ലാത്തത് കൊണ്ടല്ലേ അവനങ്ങനെ നിൽക്കാൻ പറ്റിയേ. മിര അങ്ങനെ ജോലി കളഞ്ഞു വന്ന് അമ്മയുടെ അടുത്ത് നിന്നാൽ അമ്മയ്ക്ക് സന്തോഷമാകുമോ? എന്തോന്ന്? ജോലിയും കൂലിയും ഇല്ലാതെ വരുത്തി ഇവിടെ നിൽക്കുന്നത് പോരെ? അവളൊന്നും മിണ്ടുന്നില്ല. ഇതേ സമയം വീട്ടിലേക്ക് സാധനങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹോസു. അപ്പോഴാണ് അവന് ആ അമ്മൂമ്മയുടെ കോൾ വരുന്നത്. അവർ തനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും നേരിട്ട് കാണണമെന്നും പറയുന്നു. അവനും അതിന് സമ്മതിക്കുന്നു. ഹോളിലേക്ക് ചെന്നപ്പോൾ അമ്മ അവിടുത്തെ കർട്ടൻസ് ഒക്കെ വൃത്തിയാക്കുകയായിരുന്നു. എന്തിനാ അമ്മ ഇതൊക്കെ ചെയ്യുന്നത്? റെസ്റ്റ് എടുത്തൂടെ? അല്ല മോനെ, ഇതിലെ പൊടിയൊക്കെ അടിച്ചാൽ നിനക്ക് തുമ്മൽ വരും. ഞാൻ ചെയ്യാൻ ഇങ്ങ് എടുക്ക. പെട്ടെന്ന് അമ്മ ഒരു സൂപ്പ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നു. ഈ സമയത്ത് നിനക്ക് പനി വരാറുള്ളതാ, ഈ സൂപ്പ് കുടിച്ചാൽ മതി. അവൻ അമ്മയോട് തന്നെ പഴയ പോലെ ഓവർകെയറും ചെയ്യേണ്ട എന്നും കുഞ്ഞുനാളിലാണ് തനിക്ക് അത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ളതെന്നും പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തിരികെ പോകാമെന്ന് കരുതിയാൽ ഞാൻ നാളെ തന്നെ പോകും. ഞാൻ കാരണം അമ്മയ്ക്ക് റെസ്റ്റ് പോലും എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അമ്മ റെസ്റ്റ് എടുക്കാമെന്ന് അങ്ങനെ സമ്മതിക്കുന്നു. ഇവിടെ വീൽ ചെയറിലുള്ളവർക്ക് കയറാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ. വഴിയും കുത്തി കയറി വന്ന സീനിയർ വക്കീൽ സ്വയം അമ്മൂമ്മയ്ക്ക് തന്നെ പരിചയപ്പെടുത്തുന്നു. കസ്റ്റമർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഹോസുവിനെ അറിയാമോ? സാങ്വോളിനെ അറിയാമോ? നിങ്ങൾ ആരാ? വക്കീൽ ചിരിക്കുന്നു. അമ്മൂമ്മയുടെ മുഖത്ത് സംശയവും പേടിയും ആശങ്കയും നിറഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മേരെ ആ സ്ട്രോബെറി ഫാമിന് മുന്നിലെത്തുന്നു. അവരുടെ കയ്യിൽ ചില ഫയലുകൾ ഉണ്ടായിരുന്നു. അതവിടെ വെച്ച് നൈസായി മുങ്ങാൻ ആള് ശ്രമിക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് ഫാം ഓണറിന്റെ ഫ്രണ്ടിൽ ചെന്ന് പെടുന്നു. എന്തിനാ ഒളിച്ചൊക്കെ കൊണ്ടുവെക്കുന്നേ? അത് വീണ്ടും എനിക്ക് ഗുഡ് ബൈ പറയാൻ ചമ്മലായിരുന്നു. ഇന്ന് രാത്രി തന്റെ കൂടെ സ്റ്റാർ ഗേസിങ്ങിന് വരുന്നു എന്നയാൾ ചോദിക്കുന്നു. അങ്ങനെ രാത്രി എന്തൊക്കെയോ മലയൊക്കെ കയറി അവർ നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്ന ആ സ്ഥലത്തെത്തുന്നു. മനോഹരമായിരുന്നു ആ കാഴ്ച. ഒരുപാട് അവർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. തങ്ങൾ സോളിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ എന്ന് വരെ അവർ ചിന്തിക്കുന്നു. സോളിൽ വെച്ച് കണ്ടിരുന്നെങ്കിൽ താൻ കരുതിയേനെ ഇത്രയും മുരടനായ ഒരാൾ വേറെ ഉണ്ടോ എന്ന്. അത് കേട്ട് താൻ അവിടെ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് ആലോചിച്ച് അവൾ ചിരിക്കുന്നു. തിരികെ പോകണമെന്ന് നിർബന്ധമാണോ? അതെ, കുറച്ച് പൈസ ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് കടം തരട്ടെ? ഇതാണോ മുന്നേ പറഞ്ഞ മുരടൻ സ്വഭാവം? അവൾ ചിരിക്കുന്നു. ഇവിടെ ഈ സ്ട്രോബെറി ഫാമിൽ സ്ട്രോബെറി ഉണ്ടാകുന്നത് നോക്കി ഇരുന്നൂടെ നമുക്ക്? അത് ആലോചിക്കേണ്ട കാര്യമാ. 2 പേരും ആകാശത്തെ താരകങ്ങളെ നോക്കിയിരിക്കുന്നു. തിരികെ സോളിലെത്തിയ ഹോസുവിനെ കത്ത് മിജി ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. അത് രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം കടകളൊന്നും തുറന്നിരുന്നില്ല. നടക്കുന്നതിനിടെ ഹോസു അവളോട് എവിടെയെങ്കിലും ഇരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു. എന്തിന്? എനിക്ക് ക്ഷീണം. പെട്ടെന്നാണ് അവൾ അവന്റെ കാര്യം ചിന്തിച്ചത്. ക്ഷീണം നന്നായുണ്ട്, വാ അവിടെ ഇരിക്കാം. ഭക്ഷണം കഴിക്കാൻ പോവാൻ അവിടെ ഇരുന്നവർ കടകളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവസാനം അവന്റെ വീട്ടിലേക്ക് പോകാമെന്നവർ തീരുമാനിക്കുന്നു. വീട്ടിലെത്തിയതും അവർ കുറച്ച് ടാബ്ലറ്റ്സ് കഴിക്കുന്നു. എന്താ പറ്റിയേ? വയായ്മയുണ്ടോ? അല്ല, അത് വൈറ്റമിൻ സപ്ലിമെന്റാ. എന്നാൽ അത് ജലദോഷത്തിനും ദേഹവേദനയ്ക്കുമുള്ളതായിരുന്നു. എന്തിനാ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരുന്നേ? ഇതൊക്കെ എന്റെ പഴയ സാധനങ്ങളാ. അമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് കരുതി. ആഹാ, എന്താ നീ ഇത്ര വലുതായേ? ഓർക്കുന്നുണ്ടോ പണ്ടൊരു ദിവസം ആന്റി വീട്ടിൽ കാണില്ല എന്ന് പറഞ്ഞപ്പോൾ നീ കിടന്ന് കരഞ്ഞത്? അതവർ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. ഹോസുവിന്റെ അമ്മ ഫോൺ വിളിച്ച് താൻ തെറ്റായ ബസ്സിൽ കയറി കുറച്ച് ദൂരെയാണെന്നും തിരിച്ചുള്ള ബസ് നാളെയേ ഉള്ളൂ എന്നും ഹോസുവിനെ അത് അറിയിക്കാമോ എന്നും മിജിയോട് പറയുന്നു.
അവൾ അത് പറയാനായി അവന്റെ വീട്ടിൽ ചെന്നതും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു സീറ്റിൽ തനിയെ ഇരിക്കുന്ന അവനെയാണ് കണ്ടത്. അവൾ കാര്യം പറഞ്ഞതും അവൻ പൊട്ടിക്കരയുന്നു. അയ്യോ, എന്തിനതിന് കരയുന്നേ? കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും അവൾ അവനെ ആശ്വസിപ്പിക്കുന്നു. സത്യത്തിൽ അന്ന് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ചരമവാർഷികമായിരുന്നു. എന്റെ അമ്മയുടെ ഓർമ്മദിനത്തിലായിരുന്നല്ലോ ആ ആക്സിഡന്റ് നടന്നത്. രാവിലെ അമ്മ ചടങ്ങുകൾക്കായി എല്ലാം ഒരുക്കിയിരുന്നുവെങ്കിലും അവനത് എന്തോ അരോചകമായാണ് തോന്നിയത്. അവൻ അമ്മയോട് മറ്റുള്ളവരില്ലാത്തപ്പോൾ തന്റെ അമ്മയെ അഭിനയിക്കേണ്ട എന്നുവരെ പറയുന്നു. അതൊക്കെ കാരണം അമ്മ തന്നെ ഉപേക്ഷിച്ചു പോയോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു അവൻ. മിജി വന്നത് പറഞ്ഞപ്പോഴുള്ള ആശ്വാസത്തിലാണ് അവൻ കരഞ്ഞത്. അത് അമ്മ എന്നെ ഒറ്റയ്ക്കാക്കി പോയെന്ന് കരുതിയാ കരഞ്ഞേ. അതിന് നീ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, ഞാനില്ലായിരുന്നു അവിടെ. ശരിയാ, നീ ഉണ്ടായിരുന്നു. എന്റെ ജീവിതം സൈലന്റ് ആകുമ്പോൾ നീ അവിടെ ലൗഡ് സ്പീക്കർ പോലെ ഉണ്ടായിരുന്നു. ലൗഡ് സ്പീക്കറോ? പിണങ്ങി പോകാൻ ഒരുങ്ങി അവളുടെ കയ്യിൽ അവൻ പിടിക്കുന്നു. അവിടെ ഇരിക്കാനാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് കരുതി അവൾ ഇരിക്കാനൊരുങ്ങിയതും അവൻ എഴുന്നേൽക്കുന്നു. അവൻ ഇരുന്നപ്പോഴോ അവൾ എഴുന്നേൽക്കുന്നു. രണ്ടുപേരും ആകെ കൺഫ്യൂഷൻ ആകുന്നു. പെട്ടെന്ന് അവളുടെ അലാം അടിക്കുന്നു. അങ്ങനെ ഓക്വേർഡ് സിറ്റുവേഷനിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. അവളത് ഓഫ് ആക്കിയപ്പോഴേക്കും അവൻ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെക്കുന്നു. അയ്യോ, ഇതല്ലേ നീ എനിക്ക് തന്ന ട്രാവൽ ഗൈഡ് 10 വർഷം മുമ്പ്? അതെ. അവർ അതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ അവർ ആ ട്രിപ്പ് തുടങ്ങുന്നു. പക്ഷേ 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ ആ ഗൈഡിലുള്ള മിക്ക സ്ഥലങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. കടകളൊക്കെ അടച്ചുപോയിരുന്നു. സോറി, ഇന്നും വേണ്ടി ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വരേണ്ടി വന്നില്ലേ? അതിനെന്തിനാ സോറി? ഇതൊരുപാട് നാൾ മുമ്പുള്ളതല്ലായിരുന്നോ? സാരമില്ല, ഇന്നത്ര നല്ല ദിവസമാണെന്ന് തോന്നുന്നില്ല. അവൻ എന്താണ് ഇത്ര ഗ്ലൂമി ആയിരിക്കുന്നതെന്ന് ആലോചിച്ച് ഇനി ഹോസുവിന് തന്റെ കമ്പനി ബോറടിച്ചിട്ടാണോ എന്ന് വരെ ചിന്തിച്ചു കൂട്ടുന്നു വിജി. തിരികെ പോകും മുമ്പ് അവർ അടുത്തുള്ള ഒരു മാളിൽ കയറി പുതിയ ട്രാവൽ ഗൈഡ് വാങ്ങാമെന്ന് തീരുമാനിക്കുന്നു. ഹോസു, അതാ കൊളീഗായിരുന്നു. ഇതാണ് നിന്നെ തുന്നാൻ പഠിപ്പിച്ചു കുട്ടി? ആ അതെ. ഹലോ. ഹോസു ഒരുപാട് തന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ കൊളീഗ് അവൾക്ക് കൈകൊടുക്കുന്നു. ഹോസുവിന്റെ ഒരു ജൂനിയറും കൊളീഗിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇതാരാ? എന്റെ ഗേൾഫ്രണ്ടാ. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ മിജി ഇത് കേട്ടതും അറിയാതെ പുഞ്ചിരിച്ചു പോകുന്നു. ക്ലാസ്മേറ്റ്സോ? അപ്പൊ താൻ ലോയറാണോ? അല്ല, ഞങ്ങൾ ഹൈസ്കൂളിൽ ഒരുമിച്ചായിരുന്നു. അല്ല, അതൊക്കെ എന്തിനാ താൻ അറിയുന്നേ? ഞാനിവിടെ ഒരു ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുക. അവർ പോയി കഴിഞ്ഞ് ഹോസി എന്തിനാണ് മിറയെ പോലെ ആക്ട് ചെയ്തതെന്ന് അവളോട് ചോദിക്കുന്നു. അത് ഞാൻ അൺഎംപ്ലോയിഡ് ആണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ കാരണമാണോ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ അങ്ങനെയല്ല ഹോസു ഉദ്ദേശിച്ചത്. ഇന്ന് നല്ലൊരു ദിവസമല്ല വിജി, നമുക്ക് പിന്നീടൊരു ദിവസം കാണാം. തിരികെ വീട്ടിലെത്തിയിട്ടും അവന് താൻ ബാക്കിയുള്ളവർക്കൊരു ബേർഡൻ ആകുകയാണോ എന്ന് ആലോചിച്ച് വല്ലാതെ വരുന്നു. പനി കാരണമുള്ള വയ്യായ്മയും അവനുണ്ടായിരുന്നു. താൻ ഒരിക്കലും മറ്റൊരാളുമായി ചേരാത്തൊരു ബ്രോക്കൺ പീസാണെന്ന് അവന് സ്വയം കരുതുന്നു. ഈ സമയം അമ്മ ഹോസുവിന്റെ മുറിയിലെത്തി അവൻ വീണ്ടും സാധനങ്ങൾ കൊണ്ടുപോയെന്ന് കണ്ട് അവിടെ ഇരുന്ന് അവരുടെ 3 പേരുടെയും പടം എടുത്തു നോക്കുന്നു. അന്ന് ആക്സിഡന്റ് നടന്ന ദിവസം അച്ഛൻ വരാൻ അമ്മയെ നിർബന്ധിച്ചിരുന്നു. നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്ന് വാക്ക് തന്നതല്ലായിരുന്നു. അയ്യോ, അതൊന്നും സാരമില്ല. എന്റെ വീട്ടിൽ ഞാൻ അധികപ്പറ്റായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഹോസുവിന് അങ്ങനെ തോന്നരുത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവനും കൂട്ടാകുമ്പോൾ ഞങ്ങൾ തനിയെ കറങ്ങാൻ പോയി ഇതിനൊക്കെ പകരം വീട്ടിക്കോളാം. അവർ ചിരിക്കുന്നു. അച്ഛനും അത് കേട്ടിട്ട് ആശ്വാസമായിരുന്നു. ആക്സിഡന്റ് കഴിഞ്ഞ് ഹോസുവിനെ ഉപേക്ഷിക്കാൻ വീട്ടുകാർ പറഞ്ഞെങ്കിലും അവൻ തന്റെ മകനാണെന്നും അവനെ താൻ നോക്കുമെന്നുമാണ് അവരോട് അമ്മ പറഞ്ഞത്. അത് കാരണം അവരുടെ വീട്ടുകാരുമായുള്ള എല്ലാ ബന്ധവും അമ്മയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അന്നത്തെ ദിവസം ഹോസുവുമായുള്ള സംസാരം കഴിഞ്ഞുവന്ന ഒരു ബന്ധുവിന്റെ കോളിൽ നിന്നാണ് തന്റെ സ്വന്തം അമ്മ ക്രിട്ടിക്കൽ കണ്ടീഷണൽ ഹോസ്പിറ്റലിലാണെന്ന് അവരറിഞ്ഞത്. അമ്മയെ കാണാനായിരുന്നു അവർ ദൂരെയുള്ള തന്റെ നാട്ടിലേക്ക് പോയത്. എന്നാൽ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു പോയ അവരെ അമ്മയെ കാണിക്കാൻ സഹോദരങ്ങൾ തയ്യാറാകുന്നില്ല. വളരെ താമസിച്ചതിനാൽ തിരികെ പോകാനുള്ള ബസ്സും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് മിജിക്ക് ആ കോൾ അവർ ചെയ്തത്. ചിരിച്ചുകൊണ്ടായിരുന്നു അമ്മ സംസാരിച്ചത്. എന്നാൽ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. രാത്രി മുഴുവൻ എന്തിനാണ് ഹോസു തന്നോട് പിഴങ്ങിയതെന്ന് ആലോചിച്ച് ഫോൺ നോക്കി കിടക്കുകയായിരുന്നു മിജി. പെട്ടെന്നാണ് അതിലൊരു കോൾ വന്നത്. അത് മിസ്റ്റർ പാർക്കിന്റെ കോളായിരുന്നു. ഇയാൾ എന്തിനാണ് രാത്രി തന്നെ വിളിക്കുന്നതെന്ന് ആലോചിച്ച് അവൾ ആ കോൾ എടുക്കുന്നില്ല. അയാൾ മടങ്ങി വരുന്നതിന് മുമ്പുള്ള മുന്നറിയിപ്പാകാം ആ കോളെന്ന് കരുതി മിജി പിറ്റേന്ന് തന്നെ മാനേജറിന്റെ അടുത്ത് ചെന്ന് താൻ പുതിയ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയാൻ തീരുമാനിക്കുന്നു. കാരണം ആ പ്രോജക്ട് മിസ്റ്റർ പാർക്കിന്റെ ലീഡർഷിപ്പിലായിരുന്നല്ലോ. അവൾ ഈ കാര്യം പറയാനായി മാനേജറുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ആരോ വന്നത് കണ്ട് അയാൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. മിസ്റ്റർ പാർക്ക് ആ പേര് കേട്ടതും ആൾക്കൂട്ടത്തിനിടയിലൂടെ അയാളുടെ മുഖം കാണാനായി അവൾ തിരിയുന്നു. ഉള്ളിലൂടെ ഒരു മിന്നലായിരുന്നു കടന്നുപോയത്. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നിരുന്നു. അവ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. മിസ്റ്റർ പാർക്കിന് അവളുടെ അച്ഛന്റെ അതേ മുഖഛായയായിരുന്നു. അവളെ കണ്ടതും അയാൾ ചിരിച്ചുകൊണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. മറുപടി പറയാൻ നിൽക്കാതെ അവൾ പുറകിലേക്ക് നടന്നു മാറുന്നു. മുൻപ് മീരെ അച്ഛന്റെ അതേ മുഖത്തോടു കൂടിയുള്ള ഒരാളെ കണ്ടാൽ എന്ത് തോന്നുമെന്ന് തന്നോട് ചോദിച്ചത് അവൾക്ക് ഓർമ്മ വരുന്നു. അതിന്റെ അർത്ഥം അന്നാണ് അവൾക്ക് മനസ്സിലായത്. അച്ഛനെ പോലെ ഒരാളെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ ചെന്ന് മിണ്ടും, കൂടുതൽ അറിയാൻ ശ്രമിക്കും. നീയോ? നമ്മുടെ അച്ഛനെ പോലെ നല്ലൊരാളായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കരഞ്ഞുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ അവൾ മിറയെ വിളിക്കാൻ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ഹോസു അമ്മൂമ്മയെ കാണാനായി ഹോട്ടലിലേക്ക് ചെന്നതായിരുന്നു. എന്നാൽ അമ്മൂമ്മ അവനോട് തനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി വിടുന്നു.
ഹോസു ആകെ ഇതെന്താ പറ്റിയതെന്ന് ആലോചിച്ച് നിന്നു പോകുന്നു. റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന മിജിയോട് മിസ്റ്റർ പാർക്ക് കുറിച്ച് സംസാരിക്കാനായി വരാമോ എന്ന് ചോദിക്കുന്നു. അയാളിൽ നിന്ന് കണ്ണെടുക്കാനേ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. മുന്നിലുള്ളത് തന്റെ അച്ഛനല്ല എന്നറിയാമെങ്കിലും അവളുടെ കണ്ണുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചും അതിൽ നിന്ന് ഒന്നെങ്കിൽ താനോ അല്ലെങ്കിൽ മിജിയോ മാറുന്നതായിരിക്കും കൂടുതൽ റൂമേഴ്സ് ഉണ്ടാവാതിരിക്കാൻ നല്ലതെന്നും പറയുന്നു. തനിക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കും. അല്ല, ഇനി ഞാൻ മാറണമെന്നാണെങ്കിൽ അങ്ങനെയുമാകാം. ഞാൻ ഓൾറെഡി ആ പ്രോജക്റ്റിൽ നിന്ന് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. താങ്കൾ എന്തിനാണ് എനിക്കൊരു കുഴപ്പമില്ലാതെ നോക്കുന്നത്? തന്റെ അച്ഛന് ചായ എനിക്കുണ്ടെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് എന്നെ വിശ്വസിക്കുന്നതെന്ന്. സോറി, തന്റെ എക്സ്പെക്ടേഷൻസിന്റെ അത്ര വളരാൻ എനിക്കായില്ല. മിജി അത് കേട്ട് വല്ലാതെ ആകുന്നു. പെട്ടെന്ന് അയാൾ ഒരു കവർ അവൾക്ക് കൊടുക്കുന്നു. അതൊരു ചെയിനായിരുന്നു. മിറയാ ഇത് സെലക്ട് ചെയ്തത്. എന്ത്? ഞാനോ? അയ്യോ അല്ല, എൻ്റെ മോൾ മിറെ. അവളാകെ വല്ലാതെ ആകുന്നു. പണ്ട് മിറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവളെ എല്ലാവരും കെയർ ചെയ്യുന്നത് കണ്ട് തന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് അച്ഛനോട് പരാതി പറഞ്ഞത് അവൾ ഓർക്കുന്നു. മിറെ പറഞ്ഞത് നിന്നോട് അവൾക്ക് അസൂയായിരുന്നോ മോളെ? നിന്നെപ്പോലെ അവൾക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റില്ലല്ലോ. അച്ഛന് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. തിരികെ റൂമിലെത്തിയിട്ട് മിജി മിറയെ വിളിച്ച് എന്തായി മടങ്ങി വരാനുള്ള കാര്യങ്ങളെന്ന് ചോദിക്കുന്നു. ഇതുവരെയൊന്നും സെറ്റായിട്ടില്ല, ബട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? പറയത്തക്കൃതമായിട്ടില്ല, ഞാൻ പിന്നീട് പറയാം. നിനക്ക് നമ്മുടെ അച്ഛനെക്കുറിച്ച് ആ മിസ്റ്റർ പാർക്കിനോട് പറയാമെങ്കിൽ ഈ പ്ലാനെക്കുറിച്ച് എന്നോട് പറയാൻ പറ്റില്ലേ? മിജി, നീ അയാളെ കണ്ടോ? അയാൾ എന്ത് പറഞ്ഞാലും അതല്ല സത്യം. നോക്കുമിരെ, എനിക്ക് അയാൾ പറയുന്നതോ റൂമേഴ്സോ ഒന്നും കേൾക്കണ്ട. നിന്റെ ഭാഗമാണ് എനിക്ക് കേൾക്കേണ്ടത്. നീ വിശ്വസിക്കില്ലെന്ന് കരുതി ആരും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. നീയും കൂടി വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇല്ലാണ്ടായി പോയേനെ. എന്താ ഇത്? അയാളെ കണ്ട ആ മുഖത്ത് തുപ്പണമെന്നാണ് ഞാൻ കരുതിയേ. പക്ഷെ അതിനു പകരം എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. എനിക്കല്ലാതെ മറ്റാർക്കും നിന്നെ മനസ്സിലാകുന്നവരെ നമ്മൾ ഇത്രത്തോളം അച്ഛനെ മിസ് ചെയ്തിട്ട്. പരസ്പരം ഒന്നും മിണ്ടാതെ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹോസ് ഫോണിൽ മിജിക്ക് എന്ത് മെസ്സേജ് അയക്കണമെന്ന് ആലോചിച്ച് കൺഫ്യൂസ് ആയി ഇരിക്കുകയായിരുന്നു. ആഹാ, നീ ഇപ്പൊ കറക്റ്റ് ഒരു ലവറുള്ള ആളെ പോലെ തന്നെയുണ്ട്. എപ്പോഴും ഫോണിലൊക്കെ നോക്കി. കൊള്ളിക അവനോട് താനൊരു ലോ ഫിമിൽ അവരെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അവിടേക്ക് ഇന്റർവ്യൂവിന് ചെല്ലാനും പറയുന്നു. ഏയ്, സീനിയർ എല്ലായിടത്തും എന്നെക്കുറിച്ച് മോശം കാര്യങ്ങളാകും പറഞ്ഞിട്ടുണ്ടാവുക. അതെന്താ അയാൾക്ക് മാത്രം കണക്ഷൻസ് ഉള്ളോ? നീ ധൈര്യമായിട്ട് ഇന്റർവ്യൂവിന് പോ. അവൻ തലയാട്ടുന്നു. പിറ്റേന്ന് ജോലിക്ക് കയറിയ മിജി തന്റെ കാർഡിലേക്ക് നോക്കിയിട്ട് തലേന്ന് മിറി താൻ തിരികെ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞു തോർക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പോണില്ലേ? ആ, ഞാൻ ജസ്റ്റ് സാധനങ്ങളൊക്കെ അടുക്കുകയായിരുന്നു. ആ പ്രോജക്റ്റിൽ നിന്ന് മാറിയെന്ന് കേട്ടു. ഒരുപാട് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തതല്ലേ താൻ? മിസ്റ്റർ പാർക്ക് കാരണമാണോ? അതൊന്നും അല്ല. ഇനി എത്ര നാളിവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്തിനാ ഹാർഡ് വർക്ക് ചെയ്യുന്നേ? അടുത്ത ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ ചെറുതായി മാറാൻ പോവുക. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറിയാലും കൺഫ്യൂസ് ആവരുത്. എനിവേ, താങ്ക് യു ഫോർ ബീയിങ് നൈസ് ടു മീ. ഹോസുവിൻ്റെ അമ്മയുടെ കൈ വയ്യാത്തത് കൊണ്ട് മുടി കഴിയാൻ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി സഹായിക്കാനായി വന്നതായിരുന്നു മിജിയുടെ അമ്മ. ഒരു മോനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ്റെ അച്ഛനെ പോലാണ് അവൻ ഇത്ര ക്വയറ്റും കാമും ആവാൻ. അല്ല, അവൻ്റെ അമ്മയെ പോലാ. നിന്നെ പോലെയോ? എല്ലാ പ്രശ്നങ്ങളും ചെന്ന് ചാടിക്കൊണ്ടിരുന്ന ക്ലാസ്സൊക്കെ ഇളക്കി മറിച്ചിരുന്ന നിന്നെ പോലെയോ? അല്ല, ഞാനല്ല, അവൻ്റെ യഥാർത്ഥ അമ്മയെ പോലെ അവൻ. അപ്പോഴാണ് ഹോസുവിന്റെ വളർത്തമ്മയാണ് തന്റെ കൂട്ടുകാരിയെന്ന് മിജിയുടെ അമ്മ മനസ്സിലാക്കുന്നത്. ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും ജന്മം കൊടുത്താൽ മാത്രമല്ല അമ്മ ആകുന്നതെന്നും തന്റെ മക്കളെ തനിക്ക് വേർതിരിച്ചറിയാൻ പോലും കഴിയില്ലെന്നും അവർ പറയുന്നു. നീ എത്ര നന്നായ ഹോസുവിനെ വളർത്തിയത്. ഒരിക്കലും നീ അവന്റെ അമ്മ ആകാതാവില്ല. നീ എന്റെ കണ്ണിൽ മുഴുവൻ ഷാമ്പു ആക്കി. നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് അവർ പറയുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ മിജി കാണുന്നത് പുറത്ത് തന്നെ കാത്തു നിൽക്കുന്ന ഹോസുവിനെയാണ്. അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. താനൊന്ന് കള്ളം പറഞ്ഞത് നാണക്കേട് കൊണ്ടായിരുന്നു എന്നവൾ പറയുന്നു. ഇതുവരെ ആരും എന്താ ജോലിയെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. നാട്ടിലായതുകൊണ്ട് എല്ലാവർക്കും എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് അറിയാമായിരുന്നല്ലോ. പിന്നെ നീ ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോഴാ നമ്മൾ കപ്പിളാണെന്ന് എനിക്ക് ഉറപ്പായത്. ശരിക്കും? അതെ, ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതല്ല, നീ നല്ല ക്വയറ്റായിരുന്നു. അപ്പം ഞാൻ കരുതി ബോറടിച്ചിട്ടാണെന്ന്. തനിക്കത് പനിയായിരുന്നുവെന്നും അത് പറഞ്ഞ് അന്നത്തെ ആ ദിവസം കുളമാക്കണ്ടേ എന്ന് കരുതിയുമാണ് താൻ അത് പറയാതിരുന്നതെന്ന് ഹൂസ് പറയുന്നു. നമ്മൾ കറങ്ങാൻ പോയപ്പോൾ തന്നെ നീ വലിയ ഹിൽ സ്റ്റേഷൻസും ഒത്തിരി നടക്കാനുള്ള സ്ഥലങ്ങളുമൊക്കെ ഒഴിവാക്കിയിരുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിനക്കെൻ്റെ കൂടെ ആയാലും ഒഴിവാക്കേണ്ടി വരും. ആദ്യത്തെ ഡേറ്റിനെങ്കിലും അതാവണ്ട എന്ന് കരുതിയാ ഞാൻ എൻ്റെ അസുഖ വിവരം മറച്ചു വെച്ചത്. സോറി. അവനവൾക്ക് താൻ പുതിയതായി ഉണ്ടാക്കിയ ട്രാവൽ ഗൈഡ് കൊടുക്കുന്നു. സന്തോഷത്തോടെ അവളത് വാങ്ങുന്നു. ഇത് കണ്ട് അവൻ അവളുടെ നേരെ കൈ നീട്ടുന്നു. അവളുടെ നോട്ടം കണ്ട കൈ പിൻവലിച്ച് ചമ്മലോടെ അവൻ തിരിഞ്ഞു നിൽക്കുന്നു. പെട്ടെന്ന് അവൾ അവനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇത്രയായിട്ട് ഷേക്കാനും കൊണ്ടിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് അവരും അവളെ കെട്ടിപ്പിടിക്കുന്നു. 2 ബ്രോക്കൺ പീസസ് കൂടി ചേർന്ന് ഒരു ഹോൾ പീസ് ആക്കുകയായിരുന്നു. അപ്പോൾ ആ വന്നോ? എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അത് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ പെട്ടെന്നാണ് ഫാം ഓണറിനൊരു കോൾ വന്നത്. ഇപ്പോൾ വരാമേ. അയാൾ ആ കോൾ എടുക്കാനായി പോയതും അവിടെ അയാൾ അടുക്കിക്കൊണ്ടിരുന്ന പുസ്തകങ്ങൾ അവൾ എടുത്തു നോക്കുന്നു.
ഫിനാൻസിനെ കുറിച്ചുള്ള പുസ്തകങ്ങളായിരുന്നു അവ. ടു മീരെ എന്നതിൽ എഴുതിയിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വന്നിട്ട് അവളാണോ ഇനി ആ ഫാം നോക്കി നടത്താൻ പോകുന്നതെന്ന് അവളോട് ചോദിക്കുന്നത്. ഏ ആ ഫാം ഓണർ എവിടേക്ക് പോവുകയാണെന്ന്. പിന്നെ ജോലിക്ക് കയറുമായിരിക്കും. ഈ ഫാം നോക്കി നടത്താൻ ആളെ നോക്കൂ ഇപ്പോൾ. ആകെ വല്ലാതായ അവൾ അവിടെ നിന്നും പോകുന്നു. തിരികെ റൂമിലേക്ക് നടക്കുകയായിരുന്നു മിജിക്ക് മുന്നിലേക്ക് കിം ഡേ വന്നിട്ട് തനിക്ക് കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. നിനക്കെങ്ങനെ അറിയാം ഞാൻ ഇവിടെ താമസിക്കുന്നതെന്ന്? എന്ത് കാര്യമാണെങ്കിലും നാളെ സംസാരിക്കാം. എൻ്റെ ചേച്ചിയാണ് കിം സുയാങ്. ഏ നമ്മുടെ കമ്പനിയിൽ നിന്നും പുറത്തായ കിം സുയാങ്. ഒന്നും മനസ്സിലാകാത്ത പോലെ മിജി നിൽക്കുന്നു. ഇത്ര പെട്ടെന്ന് മീരെ പ്രോജക്റ്റിൽ നിന്ന് മാറിയതിൽ എന്തോ പിശകില്ലേ എന്ന സംശയത്തിലായിരുന്നു മാനേജറും ഡയറക്ടറും. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടാണ് അവൾ മാറാമെന്ന് സമ്മതിച്ചത് സാർ. അവളെ കൊണ്ടൊരു കുഴപ്പം ഇനി ഉണ്ടാവില്ല. നിനക്കൊന്നും അറിയില്ലടോ, പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ അവളുടെ സ്വഭാവം. എന്തോ പുതിയ ഒരാളായതുപോലെ ഉണ്ട്. പുതിയ ഒരാളോ? അതെ, അവൾക്കൊരു ഐഡന്റിക്കൽ ട്വിൻ സിസ്റ്റർ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ മുഖത്ത് സംശയവും അത്ഭുതവും നിറയുന്നു. പിറ്റേന്ന് ഓഫീസിലെത്തി അവളുടെ അടുത്തേക്ക് കിം ഡേ വരുന്നുണ്ടെങ്കിലും മാനേജർ പെട്ടെന്ന് വന്ന് ഒരു കാര്യമുണ്ടെന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്താ സാർ? ഡയറക്ടറും അവിടേക്ക് വന്നിരുന്നു. എൻ്റെ കൈ ഇന്ന് രാവിലെ ഒന്ന് മുറിഞ്ഞു. സോ ഈ റൂമിലോട്ടുള്ള ലോക്ക് നിന്റെ ഫിംഗർ പ്രിന്റ് വെച്ചൊന്ന് തുറക്കണം. ഞെട്ടിപ്പോകുന്നു അവൾ. എന്തേ, നിന്റെ കൈ മുറിഞ്ഞോ? അതോ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ആകെ വല്ലാതെയായി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു പോകുന്നു.